ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന CPIയുടെ ആവശ്യത്തിനോട് പൂർണ്ണമായും മുഖം തിരിയുകയാണ് പിണറായി വിജയൻ. ഇടതുമുന്നണിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നും അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അക്കാര്യം കഴിഞ്ഞതാണെന്നും കടുപ്പിച്ചു പറയുകയാണ് പിണറായി. CPIയുടെ ആവശ്യം നിറവേറ്റപ്പെടാനുള്ള വിദൂര സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പിണറായിക്കും CPIM-നും ഈ വിഷയത്തിൽ പിടിവാശിയുണ്ടെങ്കിൽ അതെന്തിനാണ്? നടക്കില്ലെന്നുറപ്പുള്ള ആവശ്യത്തിൽ നിന്ന് എന്തുകൊണ്ട് CPI പിന്നോട്ട് പോകുന്നില്ല? അതോ CPI ഇനി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമോ? നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. നിഖിൽ അളവൂറാണ് വിശകലനങ്ങളുമായി നമുക്കിപ്പോൾ ന്യൂസ് ആംഗിളിൽ നിന്ന് തത്സമയം ചേർത്തത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, ഇപ്പം ഈ പാർട്ടി പരാജയപ്പെട്ടു, ഇടതുമുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. 35 സീറ്റുകളിലേക്ക് ആ മുന്നണി ഒതുങ്ങിപ്പോയി. അതിനു പിന്നാലെ ഇപ്പോൾ പുതിയൊരു സർക്കാരാണ് അധികാരത്തിൽ. 1.5 മാസം 2 മാസത്തിലേക്ക് എത്തുന്നു ആ ഭരണം. ഈ 2 മാസ കാലയളവിന് ഇടയിൽ ഇതുവരെ ഒരു ഇടതുമുന്നണി യോഗം വിളിച്ചിട്ടില്ല. അതിൽ മുന്നണിക്കുള്ളിലെ, ഇപ്പം CPIക്ക് മാത്രമല്ല മുന്നണിക്കുള്ളിലെ പലർക്കും അതൃപ്തിയുണ്ട്, അതൊരു വശത്തുണ്ട്. ഇതിന് പുറമെയാണ് ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ CPI ഉന്നയിക്കാൻ തുടങ്ങിയ പ്രതിപക്ഷ ഉപനേതാവ് പദവി. ഇത് ആദ്യം MV ഗോവിന്ദൻ ഇതിനെ തള്ളിയിരുന്നു. ഇത് കാലങ്ങൾ, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ ഇത് ഞങ്ങളുടെ കൈവശമുള്ളതാണ്, അതിനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട്, ഒരു കട്ടായം അറിയിച്ചിരുന്നു MV ഗോവിന്ദൻ. തൊട്ടു പിന്നാലെ ഇന്നലെ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കീഴ്വഴക്കത്തിൽ കടുംപിടുത്തം നടത്തുകയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല, CPM-ന് ഇല്ല. അവർ CPI ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അങ്ങനെ ഒരു കീഴ്വഴക്കം നമുക്കില്ല എന്ന കാര്യം പറയുന്നു. ഇതിന് പിന്നാലെ CPI-യിൽ നിന്നുള്ള പ്രതികരണങ്ങളൊന്നും ഒട്ടും നല്ല പ്രതികരണങ്ങളല്ല. പ്രത്യേകിച്ച് PP സുനീറിനെ പോലെയുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതികരണം, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ CPIM-ന് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഇടതുമുന്നണിയെ പൂർണ്ണാർത്ഥം, അല്ലെങ്കിൽ CPM-നെ പൂർണ്ണാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്താകും ഈ വിഷയത്തിൽ നടക്കാനുള്ള ഒരു കാര്യം? ആരെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യതയുണ്ടോ നിഖിൽ? അതായത് CPM കീഴ്വഴക്കം മറികടന്ന് ഉപനേതാവ് പദവി, ഉപനേതൃസ്ഥാനം CPI നൽകുമോ? അതോ ഈ എല്ലാം പോകുന്ന ഈ പാർട്ടിയാണ് വലുത്, അതായത് പാർട്ടി അല്ലെങ്കിൽ മുന്നണിയാണ് വലുത് എന്ന് കരുതി CPI ഇതിൽ നിന്നും പിന്മാറുമോ? എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം ഈ വിഷയത്തിൽ? സേതു, ഗുഡ് മോർണിംഗ്. അത് ഏതായാലും ഒരു കുഴഞ്ഞ ചോദ്യമാണ്. കാരണം CPIM ഏതായാലും ഈ കൊടുക്കില്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അങ്ങനെ CPIക്ക് വിട്ട് നൽകില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും. അതിലൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സംശയമില്ല എന്ന് തെളിയിക്കുന്നതാണ് പിണറായി വിജയൻ്റെ വാക്കുകൾ. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ അത് നൽകില്ല, അത് കീഴ്വഴക്കം അങ്ങനെ ഇല്ല എന്ന് പറയും എന്നുറപ്പിച്ച് പറയുകയായിരുന്നു പിണറായി വിജയൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല CPIM രാഷ്ട്രീയമായി അത്തരമൊരു തീരുമാനത്തിൽ തന്നെയാണ് പോകുന്നത്. കാരണം പിണറായിക്ക് ശേഷം പ്രതിപക്ഷ നിരയിലെ രണ്ടാമൻ ആര് എന്നതിന് ഉത്തരം ഒരുപക്ഷെ KN ബാലഗോപാൽ എന്ന് CPIM ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു മാറ്റത്തിലേക്ക് CPIM എന്തായാലും പോകില്ല. ഇനി CPIയുടെ നിലപാടാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ PP സുനീറൊക്കെ കടന്ന് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് തന്നെയാണ് പോയത്. ഞങ്ങൾ പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ PM ശ്രീയിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു തിരിച്ചടിയിലേക്ക് പോകില്ലായിരുന്നു എന്ന തരത്തിലേക്ക് വരെ CPIയുടെ നേതാക്കൾ അവിടെ നിലപാട് പറയുന്ന സാഹചര്യം എത്തിയിട്ടുമുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് കീഴ്വഴക്കം ലംഘിച്ച് CPIക്ക് അത്തരത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകുന്നതിലേക്ക് CPIM പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊന്ന്, CPIക്ക് ചെയ്യാനാവുന്നത് അവരുടെ പ്രതിഷേധം ഈ പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അറിയിക്കുക, അത് പ്രകടമാക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ നിയമസഭാ സമ്മേളനത്തിൽ, ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയത്തിന് അത് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ നിന്ന് CPI മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ രണ്ടാമത് സഭ ചേർന്നപ്പോൾ അവർ അതിൻ്റെ ഭാഗമായി സഹകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി അങ്ങോട്ടും CPIക്ക് ഒരു പക്ഷേ CPM-ൻ്റെ ഈ തീരുമാനത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുക ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിലായിരിക്കും. അതവർ ചെയ്യുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ പിണറായി വിജയനും CPIM-ഉം നിരന്തരം പറയുന്ന ഈ കീഴ്വഴക്കം എന്ന് പറയുന്ന കാര്യം. കാരണം കാലാകാലങ്ങളായി CPIM-ആണ് അങ്ങനെ ഒരു ഉപനേതാവ് സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് CPIM-ൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലെ രണ്ടാമൻ അത് CPIM-ൽ നിന്നൊരാൾ തന്നെയാണ്. അവിടേക്ക് CPIയെ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് CPM-ൻ്റെ തീരുമാനം. CPI എന്തുകൊണ്ട് ഈ കടുംപിടുത്തം എന്നതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നേരത്തെ തന്നെ ഈ CPIM ഒരു വല്യേട്ടൻ സ്വഭാവം കാണിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിൽ CPIയുടെ നേതാക്കളൊക്കെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഈ മുന്നണി എന്നാൽ CPIM ആണ് എന്നൊരു പ്രതീതിയുണ്ട്.
ആ പ്രതീതി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാൻ കാരണമായി. അതുകൊണ്ട് ഇനി അങ്ങനെ പോയിക്കൂടാ എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ശരി നിഖിൽ, ഇപ്പം CPM-ന്റെ പല നിലപാടുകളിലും പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി പുകയുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അടക്കം പല വിഷയങ്ങളിലും അതൃപ്തിയുണ്ട്. MA ബേബി അത് തുറന്നു പറയുകയും ഒക്കെ ചെയ്താണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ CPI-യെ പൂർണ്ണമായും കൈവിടാൻ CPM-ന് കഴിയില്ല എന്നുള്ളത് വേറൊരു നഗ്ന സത്യമായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സമവായം കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും കണ്ടറിയേണ്ടത് തന്നെയാണ്.